ലാർജ് ക്യാപ്സ് എന്ന് പറയുമ്പോൾ അത് വില കൂടുതലാണ്, സ്മോൾ ക്യാപ്സ് വില കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ അപ്രീസിയേഷൻ പോസിബിലിറ്റി ഉള്ളത് എന്നുള്ള ചില തെറ്റായിട്ടുള്ള സൈക്കോളജിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്മോൾ ക്യാപ്സിലേക്ക് പോകുന്നത്. ഇതൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്സാണ്. അപ്പോൾ ആ സ്ട്രോങ് റെക്കമെൻഡേഷനിൽ ലാർജ് ക്യാപ്പ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നു. പല കമൻസും വന്നത് എപ്പോഴും ലാസ്റ്റ് ആൻഡ് ട്യൂബ്രോ പറയുന്നു, HDFC ബാങ്ക് പറയുന്നു, ICICI ബാങ്ക് പറയുന്നു, റിലയൻസ് പറയുന്നു, ഭാരതി എയർടെൽ പറയുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? GDP ഗ്രോത്തിൽ ഉണ്ടാകുന്ന കുറവിനെ അതിന് വളരെയധികം ഒരു പ്രൊജക്ഷൻ കൊടുക്കുക, അതേ സമയത്ത് GDP ഗ്രോത്ത് വർദ്ധിക്കുന്ന സമയത്ത് അത് ഫേക്ക് ആണെന്ന് പറയുക, അത് ശരിയല്ല. മാർക്കറ്റ് ക്യാപ് GDPക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഒരു 120-130 റേഞ്ചൊക്കെയാണ് സേഫ്. എനിത്തിങ് അപ്രോച്ചിങ് 200 ഈസ് പ്ലേയിങ് വിത്ത് ഫയർ എന്നാണ് വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത്. വെൽക്കം ടു ജിയോജിറ്റ് സ്പോട്ട്ലൈറ്റ്. ഓഹരി വിപണികളിൽ റെക്കോർഡ് നേട്ടം ഉണ്ടാകുമ്പോഴും അതിൻ്റെ നേട്ടം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ നേട്ടം പ്രതിഫലിക്കാത്തത്? നിക്ഷേപകർ എന്ത് നിക്ഷേപ തന്ത്രമാണ് കൈക്കൊള്ളേണ്ടത്? ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ജിയോജിറ്റ് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് Dr.V.K Vijayakumar നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം സർ. താങ്ക് യു അഭിലാഷ്. സർ, വിപണി വലിയ നേട്ടം കാഴ്ചവെക്കുമ്പോഴും റീറ്റെയിൽ നിക്ഷേപകർക്ക് അതിൻ്റെ ഒരു നേട്ടം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് മാറ്റേണ്ടത്? ശരിയാണ്, ഈ പുതിയ റെക്കോർഡ് ഹൈ നവംബർ 27 പുതിയൊരു റെക്കോർഡ് വിട്ടത്. സെൻസെക്സും നിഫ്റ്റിയും 14 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത് ഉണ്ടായത്. പക്ഷേ പുതിയ റെക്കോർഡ് ഇട്ടതിന് ശേഷവും ആ റെക്കോർഡ് ഇട്ട സമയത്തും സാധാരണഗതിയിലൊക്കെ തന്നെ വിപണിയിൽ വലിയ ഉത്സാഹം ഉണ്ടാവാറുണ്ട്, വലിയ സെലിബ്രേഷൻ ഉണ്ടാവാറുണ്ട്. ബട്ട് ദിസ് ടൈം ദർ വാസ് നോ സെലിബ്രേഷൻ അറ്റ് ഓൾ. അതിനുള്ള കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു പുതിയ റെക്കോർഡ് ഹൈയിൽ നിന്ന് വലിയ നേട്ടം ഉണ്ടായില്ല. നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ തന്നെ സ്മോൾ ക്യാപ്സിൽ കൂടുതൽ ഡോമിനേഷനുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും. ലാർജ് ക്യാപ്സ് എപ്പോഴും കുറവായിരിക്കും. അത് പൊതുവേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. ലാർജ് ക്യാപ്സ് എന്ന് പറയുമ്പോൾ അത് വില കൂടുതലാണ്, സ്മോൾ ക്യാപ്സ് വില കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ അപ്രീസിയേഷൻ പോസിബിലിറ്റി ഉള്ളത് എന്നുള്ള ചില തെറ്റായിട്ടുള്ള സൈക്കോളജിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്മോൾ ക്യാപ്സിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ വാല്യുവേഷൻ കൂടെ നോക്കാണ്ടത് ചെയ്യും. ഇപ്പോൾ ഈ നിഫ്റ്റി സെൻസെക്സ് രണ്ടും റെക്കോർഡ് ഹൈ ഇട്ട സമയത്തും നിഫ്റ്റി 500 സ്റ്റോക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് സ്മോൾ ക്യാപ്സ് ആയിരിക്കും. അതിൽ നിഫ്റ്റി 500ൽ 370 സ്റ്റോക്സ് സെപ്റ്റംബർ 2024 ഹൈനേക്കാളും ഗണ്യമായി കുറവായിരുന്നു. ശരാശരി 30% കുറവായിരുന്നു. അപ്പോൾ 2024 സെപ്റ്റംബറിലെ നിഫ്റ്റി ഹൈ, ഇതിന് മുമ്പത്തെ ഓൾ ടൈം ഹൈ 26,216 നിഫ്റ്റി ക്ലോസിംഗ് ഹൈ അതായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പോർട്ട്ഫോളിയോ വാല്യൂസിനേക്കാളും വളരെ കുറവാണ് ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് ഹാപ്പി ഈവൻ വെൻ ദ മാർക്കറ്റ് ഈസ് സെറ്റിംഗ് ന്യൂ റെക്കോർഡ്സ്. ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റിയിൽ ഒരു 8 സ്റ്റോക്സ് കൂടിക്കഴിഞ്ഞാൽ നിഫ്റ്റി വെയ്റ്റിൻ്റെ 50%. 8 stocks constitute 50% of the free float market capitalization. അതുകൊണ്ട് 50% of the Nifty weight. HDFC Bank, Reliance Industries, ICICI Bank, ഭാരതി, L&T, ITC, Infosys and SBI. അപ്പോൾ ഈ സ്റ്റോക്സിൽ ഒരു 5-6 സ്റ്റോക്സ് നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മറ്റ് കുറച്ച് സ്റ്റോക്സും നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി സ്റ്റോക്സ് മാർക്കറ്റ് നന്നായിട്ട് കയറും. മറ്റ് സ്റ്റോക്സ് ഇപ്പോൾ ഈ വർഷം ഈ ടോപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോപ്പ് 8 മറ്റ് സ്റ്റോക്സ് ഒന്ന് ബജാജ് ഫിനാൻസ്, പിന്നെ ഐഷർ മോട്ടോഴ്സ്, പിന്നെ എക്സേണൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓൾ ടൈം ഹൈയിലേക്കാളും താഴെയാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ട്യൂബ്രോ നന്നായി പെർഫോം ചെയ്തു, അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്റ്റോക്സൊക്കെ തന്നെ നന്നായിട്ടൊരു ബൂസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ
നിഫ്റ്റി ഈ പറഞ്ഞ 50% വെയിറ്റേജുള്ള ഈ 8 സ്റ്റോക്സും അതിലില്ലാത്ത ബജാജ് ഫൈനാൻസ്, BEL, ഐഷർ മോട്ടോഴ്സ്, ഇതൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട സ്റ്റോക്സാണ്. അപ്പോൾ ആ സ്ട്രോങ് റെക്കമെൻഡേഷനിൽ ലാർജ് ക്യാപ്പ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ ട്രേഡേഴ്സിന് അത് നമ്മളൊരു കൊല്ലം മുമ്പ് കഴിഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ ഇത് പറഞ്ഞപ്പോൾ പല കമൻസും വന്നത് എപ്പോഴും ലാസൻ ആൻഡ് ട്യൂബ്രോ പറയുന്നു, HDFC ബാങ്ക് പറയുന്നു, ICICI ബാങ്ക് പറയുന്നു, റിലയൻസ് പറയുന്നു, ഭാരതി എയർടെൽ പറയുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? സ്മോൾ ക്യാപ്സ് ഈ നിഫ്റ്റി ഹൈ എത്തിയ സമയത്തും 9.3% ഡൗൺ ആയിരുന്നു. ഇൻഡെക്സ് ലെവലിൽ തന്നെ സ്റ്റോക്ക് ലെവലിൽ 30% ഡൗണായി ഒരുപാട് സ്റ്റോക്സ്. ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രാറ്റജിയിലുള്ള തകരാറും കൂടിയാണ്. ഈ സ്ട്രാറ്റജി മാറ്റണം, അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി അതിന് കൂടെ ഞാൻ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് ക്രാഷിന് ശേഷം, കോവിഡ് ക്രാഷ് അവസാനിച്ചത് നിഫ്റ്റി 7511 മാർച്ച് 2020. അത് മുതൽക്ക് സെപ്റ്റംബർ 2024 വരെ ഉണ്ടായിട്ടുള്ള 26,216 ആ ഒരു സ്പെക്ടാക്കുലർ ബുൾ മാർക്കറ്റ്, ആ പീരീഡിൽ സ്മോൾ ക്യാപ്സ് ആൻഡ് മിഡ് ക്യാപ്സ് ഔട്ട് പെർഫോംഡ് ദ നിഫ്റ്റി ആൻഡ് ദ സെൻസെക്സ്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ചു, പ്രത്യേകിച്ച് പുതുതായി വന്നിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, മാർക്കറ്റ് വാല്യുവേഷനെ കുറിച്ചും തന്നെ വലിയൊരു ധാരണയില്ലാത്ത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ചു ഈ ഔട്ട് പെർഫോമൻസ് ഓഫ് സ്മോൾ ക്യാപ്സ് ആൻഡ് മിഡ് ക്യാപ്സ് വിൽ കണ്ടിന്യൂ. പക്ഷേ അതുകൊണ്ട് അവർ കണ്ടമാനം പണം ഡയറക്റ്റായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും കൂടെയൊക്കെ തന്നെ, ഞാൻ ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, വലിയൊരു റെഡ് ഫ്ലാഗ് ഈ സ്മോൾ ക്യാപ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചില ICICI സ്മോൾ ക്യാപ് ഫണ്ട്സ് ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് വേറെയുണ്ട് നിപ്പോൺ സ്മോൾ ക്യാപ് ഫണ്ട്, ഇവരൊക്കെ പുതുതായിട്ട് ഫണ്ട് എടുക്കുന്നത് തന്നെ നിർത്തിവെച്ചു. ദർ ഇസ് എ വെരി ക്ലിയർ ഇൻഡിക്കേഷൻ ടു ഇൻവെസ്റ്റേഴ്സ്, ഡോണ്ട് പുട്ട് മണി ഇൻ ദി സ്മോൾ ക്യാപ്സ്, ദ സെഗ്മെൻറ്റ് ഈസ് ഓവർ വാല്യൂഡ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട്, ഒരുപക്ഷെ അതൊന്നും മനസ്സിലാകാതെ വീണ്ടും ഈ സെഗ്മെൻറ്റിലേക്ക് കൂടുതൽ പണം വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? നിഫ്റ്റി PE, ട്രെയിലിംഗ് PE ആണ് പറയുന്നത്, ഫോർവേഡ് PE അല്ല. നിഫ്റ്റി PE 22 എന്നുള്ള ഏകദേശം ഫെയർ എന്ന് പറയാവുന്ന, ചീപ്പല്ല, ഫെയർ എന്ന് പറയാവുന്ന വാല്യുവേഷനിൽ നിൽക്കുമ്പോഴും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് PE 29. S&P 500 US അവരിപ്പോൾ ഓവർ വാല്യൂഡ് ആണെന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ PE 22. അപ്പോൾ നമ്മൾ 29 മിഡ് ക്യാപ്പിൻ്റെ PE, NSE മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, 33 പക്ഷേ മിഡ് ക്യാപ്സിൽ നല്ല ഏർണിംഗ് സപ്പോർട്ട് ഉണ്ട്. അത് കാരണം കറക്ഷൻ ഉണ്ടായില്ല. സ്മോൾ ക്യാപ്സിൽ ഏർണിംഗ് സപ്പോർട്ട് ഉണ്ടായില്ല. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ വാല്യുവേഷൻ ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഈ വക സേഫ് ലാർജ് ക്യാപ്സ് നോക്കാതെ ഈ സ്മോൾ ക്യാപ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് they could not participate in the rally which was driven by high quality large caps and some mid caps also. സർ, ഇപ്പോൾ ഈ റാലി തുടരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണ ഒരു റാലി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ അടിച്ചിട്ടുള്ളൊരു റാലി ആണെങ്കിൽ ആ റാലി ഒന്ന് സസ്റ്റെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് 26,325 എൻ്റെ പീക്ക് എന്നാണ് എൻ്റെ ഓർമ്മ, ഡിസംബർ 1. അതിനുശേഷം 400 പോയിൻറ്റിലധികം നിഫ്റ്റി കറക്റ്റ് ചെയ്തു, സെൻസെക്സും അതുപോലെ കറക്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു കറക്ഷൻ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല, അതൊരു കൺസോളിഡേഷൻ ഫേസായി കണ്ടാൽ മതി. അതിനുള്ള പ്രധാന കാരണം റുപ്പീലുണ്ടായിട്ടുള്ള ഡിപ്രീസിയേഷനാണ്. റുപ്പി ഇത്തവണ ഈ വർഷത്തിൽ ഇതേവരെ നോക്കുകയാണെങ്കിൽ 5% ഡിപ്രീഷിയേറ്റ് ചെയ്തു. അർജൻറ്റൈൻ കറൻസി പീസോ, ടർക്കിഷ് കറൻസി ലീറ, ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസിയിലാണ് കൂടുതൽ ഡിപ്രീസിയേഷൻ ഉണ്ടായത്. മറ്റേത് രണ്ടും 29, 19 ആ ഒരു കാറ്റഗറിയല്ല, എങ്കിലും 5% ഡിപ്രീസിയേഷൻ ഉണ്ടായി. മറ്റ് പല എമർജിങ് മാർക്കറ്റ് കറൻസീസിലും ഡിപ്രീസിയേഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചിലതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ, കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ പൊതുവേ FIIസിന് നഷ്ടമാണല്ലോ.
കാരണം അവർ തിരിച്ചു വരുമ്പോൾ ഹയർ റേറ്റ് കൊടുക്കേണ്ടതായി വരും. അപ്പോൾ ഇനിയും ഡിപ്രീഷിയേറ്റ് ചെയ്യുമെന്നുള്ള തോന്നലിൽ പ്രത്യേകിച്ച് RBI കാര്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തില്ല. ഇന്നലെയാണ് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാരിയോ ഉണ്ടായത്. അപ്പോൾ FIIസിൻ്റെ ഒരു കൺസേൺ കറൻസി വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യുമോ എന്നുള്ള തോന്നലുകൊണ്ടാണ് RBIൻ്റെ ഇൻ്റർവെൻഷനും ഇല്ലാത്തൊരു കോണ്ടെക്സ്റ്റിലാണ് FIIs വീണ്ടും സെൽ ചെയ്തിട്ട് മാർക്കറ്റ് കാര്യമായിട്ടൊന്ന് ഒരു 400 പോയിൻറ്റോളം നിഫ്റ്റി കറക്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് നോട്ട് എ ബെയറിഷ് സിഗ്നൽ അറ്റ് ഓൾ. ദിസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ കൺസോളിഡേഷൻ. അത് മാത്രമല്ല മാർക്കറ്റിനെ ഫണ്ടമെൻ്റലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം GDP ഗ്രോത്ത് ആണ്. Q2 GDP ഗ്രോത്ത് 8.2% GDP ഗ്രോത്ത് ആണ്. ഇത് പലപ്പോഴും പല ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫേക്ക് ആണ് എന്നുള്ളത്. നമുക്ക് തന്നെ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും GDP ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള കമൻസ് വരുന്നത് പൊളിറ്റിക്കൽ ഗ്ലാസ്സിലൂടെ അതിനെ കാണുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് 2021 കോവിഡ് ഇയറിൽ, ലോക്ക്ഡൗൺ ഇയറിൽ നമ്മുടെ GDP 5.8% കോൺട്രാക്ട് ചെയ്തു, 5.8%. ഇപ്പോഴത്തെ വിമർശിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത് കണ്ടില്ലേ, GDP 5.8% കോൺട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ Q1 FY25 പ്രതീക്ഷിച്ചതിനേക്കാളും കുറവായിരുന്നു GDP ഗ്രോത്ത്, 6.5% ആയിരുന്നു. അതാണ് മാർക്കറ്റ് കുറയാനുള്ള ഒരു പ്രധാന ട്രിഗർ അതായിരുന്നു എന്ന് ഓർക്കുക. ആ ഒരു സെപ്റ്റംബർ 2024 പീക്കിൽ നിന്ന് കുറയാനുള്ള കാരണം Q1 GDP ഗ്രോത്ത് കുറഞ്ഞതാണ്. അപ്പോൾ Q1 GDP ഗ്രോത്ത് കണ്ടില്ലേ, GDP ഗ്രോത്ത് 8% ഉണ്ടായിരുന്നത് വീണ്ടും കുറഞ്ഞു. അപ്പോൾ കുറയുമ്പോൾ ആ GDP ഗ്രോത്തിൽ ഉണ്ടാകുന്ന കുറവിനെ അതിനെ വളരെയധികം ഒരു പ്രൊജക്ഷൻ കൊടുക്കുക. അതേ സമയത്ത് GDP ഗ്രോത്ത് വർദ്ധിക്കുന്ന സമയത്ത് അത് ഫേക്ക് ആണെന്ന് പറയുക, അത് ശരിയല്ല. അതേ സമയത്ത് ഒരു കാര്യം അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. ചില കമൻസ് അങ്ങനെയുണ്ട്, കൺസേൺസ് ഉണ്ട്. പ്രത്യേകിച്ച് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് IMF നമ്മുടെ ഒരു ഡേറ്റയ്ക്ക് C ഗ്രേഡ് കൊടുത്തു എന്നുള്ളത്. അത് ശരിയാണ്. പൊതുവേ എല്ലാ എമർജിങ് മാർക്കറ്റ്സിനും ഒരു B ഗ്രേഡാണുള്ളത്. പക്ഷേ IMF പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പലപ്പോഴും ഈ വിമർശകർ പോകുന്നില്ല. IMF നമ്മുടെ GDP ഗ്രോത്ത് റേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഇൻഫ്ലേഷൻ കുറഞ്ഞതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഏറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിലും ഈ വർഷത്തിലും അടുത്ത വർഷത്തേക്കും IMFൻ്റെ തന്നെ GDP ഗ്രോത്ത് പ്രൊജക്ഷൻ ഫോർ ദി എൻറ്റയർ വേൾഡ് അതിൽ ടോപ്പ് നിൽക്കുന്നത് ഇന്ത്യയാണ്, IMFൻ്റെ പ്രൊജക്ഷൻ. പക്ഷേ അവർ ഈ C ഗ്രേഡ് എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് ആ ഡേറ്റയെ സംബന്ധിച്ചാണ്. ആ ഡേറ്റയിൽ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു ഘടകമുണ്ട്. നമ്മളുടെ GDP ഇപ്പോഴും 2011-12 എന്നുള്ള വർഷത്തെയാണ് ബേസ് ഇയർ ആക്കി എടുത്തിട്ടാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും ഒരു ഡിലേ പാടില്ല, പുതിയ ബേസ് ഇയറിലേക്ക് മാറണം എന്നുള്ളതാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയിലാണ് നമുക്ക് അടുത്ത വർഷത്തിൽ 2026 GDP വരുമ്പോൾ 2022-23 എന്നുള്ള ബേസ് ഇയറിലായിരിക്കും GDP വരുന്നത്. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ ഓഫ് ഡേറ്റ ബീയിങ് നോട്ട് അപ് ടു ദ മാർക്ക് വിൽ ബി അഡ്രസ്ഡ്. ഈ ഒറ്റ ഇഷ്യൂ ആണ്. അത് പലപ്പോഴും വിമർശകർക്ക് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ഓർക്കുക, GDP ഗ്രോത്ത് റേറ്റിനെ IMF ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഇൻഫ്ലേഷൻ കൺട്രോളിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഫിസ്ക്കൽ കൺസോളിഡേഷനെ പ്രശംസിച്ചിട്ടുണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോൾ ദർ ഈസ് നോ നീഡ് ടു വറി. RBIൻ്റെ മോണിറ്ററി പോളിസി അനൗൺസ്മെൻറ്റിൽ ഈ വർഷത്തെ GDP ഗ്രോത്ത് 7.5% ഗവൺമെൻറ് ഓഫ് ഇന്ത്യ RBIൻ്റെ. ഈ വർഷം തുടങ്ങുമ്പോൾ 6.5 ആയിരുന്നു. സോ ഡെസ്പൈറ്റ് ദ ട്രംപ് ടാരിഫ്സ് വിച്ച് ഹാവ് impacted India's exports, Indian GDP is doing well. The economy is firing on all cylinders. അപ്പോൾ there is no reason to suspect India's GDP growth. ഈ ഡേറ്റ മാത്രമാണ് ഇഷ്യൂ. That will be addressed in the GDP figures next year. സർ, പല നിക്ഷേപ വിദഗ്ധരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം AI സ്റ്റോക്സിൽ ഒരു ക്രാഷിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇത് എത്രത്തോളം സീരിയസ് ആണ്? ഇതൊരു കൺസേൺ ആണ്. AI സ്റ്റോക്സ് ഒരു കറക്ഷൻ, ചിലപ്പോൾ ഒരു ക്രാഷ് ഉണ്ടാവാം 2026 എന്നുള്ളത്. ബാങ്ക് ഓഫ് അമേരിക്ക കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു സർവേ നടത്തി, ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒരു സർവേ നടത്തി. ആ സർവേയിൽ അവരിത് ചോദിച്ചത്, 2026 നിങ്ങൾ ഭയക്കുന്ന ഏറ്റവും വലിയൊരു കൺസേൺ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ 50% ആളുകളും പറഞ്ഞത് AI സ്റ്റോക്സിൽ
ചെറുതായിട്ടൊരു ബബിൾ ഉണ്ട്. അതിലൊരു കറക്ഷൻ വരികയാണെങ്കിൽ അത് അമേരിക്കൻ മാർക്കറ്റിനെ, നാസ്ഡാക്കിലാണ് വലിയ കറക്ഷൻ ഉണ്ടാവുക. മറ്റെല്ലാ S&P 500-നെയും റസൽ 2000-നെയൊക്കെ അത് ബാധിക്കും. അമേരിക്കൻ മാർക്കറ്റ്സിൽ വലിയൊരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സിനെ അത് ബാധിക്കും. അതാണ് ഒരു കൺസേൺ എന്നുള്ളതാണ് 50% ആളുകൾ പറയുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും മിക്ക ആളുകളും ഒരു ബിഗ് ബബിൾ ഉണ്ട് എന്ന് പറയുന്നില്ല. പല ആളുകളും 2000-ലുണ്ടായിട്ടുള്ള ടെക് ബബിളിനെ കുറിച്ചിട്ടും അതുണ്ടാക്കിയ ക്രാഷിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയല്ല. 2000-ന്റെ പീക്കിൽ ടെക് ബബിൾ ബേഴ്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നാസ്ഡാക്ക് 1995 2000 ആയപ്പോഴേക്കും 5 ടൈംസ് വർദ്ധിച്ചിരുന്നു. വാല്യുവേഷൻസൊക്കെ നാസ്ഡാക്കിൻ്റെ ആവറേജ് PE ഒക്കെ 90-92 ലെവലിലെത്തി. പല കമ്പനികളും നഷ്ടത്തിലാണ്. നഷ്ടത്തിലുള്ള കമ്പനികളിലേക്ക് തന്നെ PE റേഷ്യോ 150 മുതൽ 200 വരെ എത്തി. അത്തരത്തിലുള്ള വാല്യുവേഷൻ ബബിൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ മാഗ്നിഫിസൻറ്റ് 7 സ്റ്റോക്സ് എന്ന് പറയുമല്ലോ, ആ മാഗ്നിഫിസൻറ്റ് 7 സ്റ്റോക്സ് നിന്ന് ടെസ്ല ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ ഇപ്പോൾ മാഗ്നിഫിസൻറ്റ് 6 എന്ന് പറയുന്നത്, മാഗ് 6, അത് 6 ഈ AI സ്റ്റോക്സിൻ്റെ വിഭാഗത്തിൽ പെടുത്താം. ആമസോൺ, ആപ്പിൾ, പിന്നെ ആൽഫബറ്റ് ഗൂഗിൾ, പിന്നെ മൈക്രോസോഫ്റ്റ്, മെറ്റ, എൻവിഡിയ എന്നുള്ള ടോപ്പ് AI സ്റ്റോക്ക്. ഈ 6 നമ്മൾ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ നോക്കുമ്പോൾ ട്രെയിലിംഗ് PE റേഷ്യോ ഒരു കമ്പാരിസണും ഇല്ല 2000 നോക്കുമ്പോൾ. അപ്പോൾ 2000 PE റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോഡറേറ്റ് ആണ്. ഇപ്പോഴത്തെ എൻവിഡിയൻ്റെ PE റേഷ്യോ ട്രെയിലിംഗ് PE 44 ഉള്ളൂ, മൈക്രോസോഫ്റ്റിൻ്റെ 37 ഉള്ളൂ, പിന്നെ മെറ്റ, ആമസോൺ, ആപ്പിൾ 30-ൻ്റെയും 33-ൻ്റെ ഇടയിലാണ്. ഇന്ത്യയിൽ നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ വാല്യുവേഷൻ പലതും 30-ൻ്റെയും 40-ൻ്റെയും 50-ൻ്റെയും മുകളിലാണ്. പല IPOസും വരുന്നത് 200 PE-ലൊക്കെ തന്നെ അബ്സേർഡ് PE-ൽ വരുന്നുണ്ട്. അപ്പോൾ ബബിൾ എന്ന് പറയുന്നത് ഒരു ബബിളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ബബിൾ ബേഴ്സ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു കൺസെൻസസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കറക്ഷൻ ഉണ്ടാവാം. എപ്പോഴും മാർക്കറ്റിൽ ഒരു ഒരു റൺഅവേ റാലി ഉണ്ടാവുമ്പോൾ ഇത്തവണ ഈ വർഷത്തിൽ S&P 500-ലും അതുപോലെ തന്നെ നാസ്ഡാക്കിലും ഒരുപാട് ന്യൂ റെക്കോർഡ്സ് ഉണ്ടായി. അപ്പം അങ്ങനെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ട് ഒരു കറക്ഷൻ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ആ കറക്ഷൻ മൈൽഡ് ആവുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. കാരണം ഇന്ത്യ ഈ ഒരു വർഷത്തിൽ നമ്മളുടെ പെർഫോമൻസ് മോശമാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഉദാഹരണത്തിന് നാസ്ഡാക്കിൻ്റെ S&P 500, യൂറോ സ്റ്റോക്സ് 50, നിക്കൈ ജാപ്പനീസ് ഇൻഡെക്സ് നിഫ്റ്റി, നിക്കൈ, സൗത്ത് കൊറിയൻ കോസ്പി, ഹോങ്കോങ് ഹാങ്സെങ്, ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ്, ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി സെൻസെക്സ് പെർഫോമൻസ് മോശമാണ്. കേവലം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ ഡിസംബർ 2020 മുതൽക്ക് ഇപ്പം ഡിസംബർ 2025 നോക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ദി ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റ് 5-year പെർസ്പെക്റ്റീവിൽ. 1 ഇയറിലാണ് ഈ പെർഫോമൻസ് മോശമായത്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് കുറഞ്ഞതാണ്, ഒരു ഘടകം. രണ്ടാമത്തെ കാരണം ഈ ഒരു വർഷം AI ട്രേഡിൻ്റെ വർഷമായതല്ലോ നാസ്ഡാക്കിലും. അപ്പോൾ ഇപ്പോൾ കോസ്പി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സൗത്ത് കൊറിയയിലത്തെ പ്രധാന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാന വെയിറ്റേജ് ഉള്ളത് അവരിൽ സാംസങ് ആണ്. തൈവാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു സിംഗിൾ സ്റ്റോക്കാണ്, TMSC, തൈവാൻ സെമി കണ്ടക്ടർ സ്റ്റോക്ക്, TSMC. അതാണ് തൈവാൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വെയിറ്റേജ്. അപ്പോൾ ഈ AI സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഹൈ വാല്യുവേഷൻ കൊണ്ട് സെല്ലിങ് വന്നു. ആ പണം AI സ്റ്റോക്സിലേക്ക് മാറ്റി. അപ്പോൾ AIയിലൊരു കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നോൺ AI സ്റ്റോക്സിലേക്ക് പണം വരുന്ന സമയത്ത് ഇന്ത്യ വിൽ ബി എ ബെനിഫിഷ്യറി ഓഫ് ദാറ്റ് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ധാരണ. അപ്പോൾ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഫോർ ഇന്ത്യ വിൽ ബി എ സ്മോൾ കറക്ഷൻ ഇൻ AI സ്റ്റോക്സ്, ബട്ട് നോട്ട് എ ക്രാഷ്. എ ക്രാഷ് വിൽ ബി ബാൻഡ് ഫോർ ഓൾ സ്റ്റോക്ക് മാർക്കറ്റ്സ് ഗ്ലോബലി. പിന്നെ ഒരു പല എക്സ്പേർട്സും പറയുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള എക്സ്പേർട്സ് പലരും പറയുന്നത്, വാറൻ ബഫറ്റ് ഇസ് സിറ്റിംഗ് ഓൺ cash of $380 billion, the best investor in the world, the person who has been the most successful investor in the history of the stock market. അദ്ദേഹം ഇത്രയധികം ക്യാഷിലിരിക്കുന്നു.
അതിൻ്റെ അർത്ഥം ഒരു ക്രാഷ് വരുന്നു എന്നുള്ളതാണ്. പണ്ട് അദ്ദേഹം ചെയ്തിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, വാറൻ ബഫറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാറൻ ബഫറ്റ് പക്ഷേ എപ്പോഴും നമ്മൾ ഒരു ബഫറ്റ് റേഷ്യോ എന്ന് പറയുന്ന മാർക്കറ്റ് ക്യാപ് ടു GDPക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഒരു 120-130 റേഞ്ചൊക്കെയാണ് സേഫ്. എനിത്തിങ് അപ്രോച്ചിങ് 200 ഈസ് പ്ലേയിങ് വിത്ത് ഫയർ എന്നാണ് വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 220 എക്സ്ട്രീംലി ഹൈ. പക്ഷേ ഇത് നവംബർ അല്ല, മെയ് 2024 മുതൽ തന്നെ അദ്ദേഹം കാഷിലേക്ക് മാറ്റി. കാഷിലേക്കും പിന്നെ US ട്രഷറി, മുഴുവൻ ക്യാഷ് അല്ല, US ട്രഷറീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഗീവ് യു 4% റിട്ടേൺ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ നോ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ക്യാഷിലേക്ക് മാറാൻ തുടങ്ങിയ ശേഷം മാർക്കറ്റ് അപ്രീഷിയേറ്റഡ് ബൈ മോർ ദാൻ 30%. So he missed out on the rally. So even experts can go wrong in the short run. പക്ഷെ വാല്യുവേഷൻ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഒരു ബബിൾ ഇല്ല. ഹൈ വാല്യുവേഷൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ദർ ഇസ് നോ ബബിൾ. സോ യു ക്യാൻ എക്സ്പെക്ട് എ കറക്ഷൻ ബട്ട് നോട്ട് എ ക്രാഷ്. പക്ഷെ മാർക്കറ്റ് നമുക്കൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ പ്രവചിക്കുന്ന പോലെയോ അല്ല ഉണ്ടാവുക എന്നുള്ളതും വസ്തുതയാണ്. സുന്ദർ പിച്ചായിനെ പോലെയുള്ള ഗൂഗിൾ CEO അവരടക്കം ചില ദർ ഈസ് എൻ എലിമെൻ്റ് ഓഫ് ഇറാഷണാലിറ്റി ഇൻ ദി AI സ്റ്റോക്സ് എന്ന് പറയുന്നുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ സൂചനകളാണ്, സിഗ്നൽസ് ടു ഇൻവെസ്റ്റേഴ്സ് ഓൾസോ ടു ബി കോഷ്യസ്. സർ, ഈ നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് നിക്ഷേപ തന്ത്രമാണ് സ്വീകരിക്കാൻ? അപ്പോൾ ഈ വർഷത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റാലി എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള പ്രധാന കാരണം ഈ ഒബ്സഷൻ വിത്ത് സ്മോൾ ക്യാപ്സ് ആയിരുന്നു. ആ ഒരു സ്ട്രാറ്റജി ഇനിയും തുടരരുത്. നമ്മൾ ലാർജ് ക്യാപ്സ് കാണുന്ന സമയത്ത് ഇപ്പോഴും അതൊക്കെ നന്നായിട്ട് കയറി പോയില്ലേ. നമ്മുടെ ചില പിന്നെ കമൻസ് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് എപ്പോഴും LNT പറയുന്നത്? ലുക്ക് അറ്റ് ദ പെർഫോമൻസ് ഓഫ് LNT. ഭാരതി എയർടെൽ ഉയർന്ന പ്രൈസല്ലേ. ഭാരതി എയർടെൽ ഈ വർഷത്തിലെ ടോപ്പ് പെർഫോമിങ് സ്റ്റോക്സിൽ 3 ഒരെണ്ണമാണ്. ആൻഡ് ദാറ്റ് സെഗ്മെൻറ്റ് ഇസ് ഡൂയിങ് വെൽ. ഏർണിങ്സ് സപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യുവേഷനാണ് നോക്കേണ്ടത്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആണ് നോക്കേണ്ടത്. അല്ലാണ്ട് വില 1200 4200 എന്നുള്ളതല്ല നോക്കേണ്ടത്. ഇപ്പോഴും ഫൈനാൻഷ്യൽസിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നതിന് കുറേ ആൾക്കാർ വിമർശിക്കുന്നതാണ് HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിനൊക്കെ ഏർണിങ്സ് സപ്പോർട്ടുണ്ട്. ലാസൻ ആൻഡ് ട്യൂബ്രോ, ഭാരതി എയർടെൽ, BEL, ഇതിനൊക്കെ തന്നെ ഏർണിങ്സ് സപ്പോർട്ടുണ്ട്. ലാർജ് ക്യാപ്സിൽ ഏർണിങ്സ് സപ്പോർട്ടുണ്ട്. മിഡ് ക്യാപ്സിലും ടോപ്പ് ക്വാളിറ്റി സ്റ്റോക്സിലൊക്കെ തന്നെ ഏർണിങ്സ് സപ്പോർട്ടുണ്ട്. പ്രോഫിറ്റബിൾ അല്ലാത്ത ഈ ടെക്നോളജി സ്റ്റോക്സിലും ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റ്സ് കുറവായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പിന്നെ നമ്മുടെ സൊമാറ്റോ എന്നുള്ള പേരുള്ള സമയത്ത് എറ്റേണൽ അഭിലാഷിന് ഓർക്കുന്നുണ്ടാവും, 52 രൂപ സമയത്ത് നമ്മളത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. Multiplied 6 times ഇൻ ദ ലാസ്റ്റ് 3.5 years. ഒരു മൾട്ടി ബാഗറായി 3.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. നമ്മൾ പറഞ്ഞതിന് ശേഷം അത് വീണ്ടും കുറഞ്ഞ 47 വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഉള്ള ഉയർച്ചയാണ്. അപ്പോൾ അതിലൊക്കെ പ്രോഫിറ്റബിലിറ്റി, ഹൈ പ്രോഫിറ്റബിലിറ്റി, ഏർണിങ്സ് ഗ്രോത്ത് ഇല്ല, പക്ഷേ അതിൻ്റെ EBITDA ഗ്രോത്ത് ഉണ്ടായിരിക്കും, റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരിക്കും, ടോപ്പ് ലൈൻ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ദ മാർക്കറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാർജ് ക്യാപ്സിനും അതുപോലെ തന്നെ ക്വാളിറ്റി മിഡ് ക്യാപ്സിൻ്റെ വാല്യുവേഷൻ സ്മോൾ ക്യാപ്സിന് സ്വല്പം കൂടുതലാണ്. മിഡ് ക്യാപ്പ് നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 33 PE ഉണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 29 PE ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ NSE 100 എടുക്കുകയാണെങ്കിൽ ആ NSE 100 വലിയ ഏർണിംഗ് ഗ്രോത്ത് വരുന്നത് മിഡ് ക്യാപ്സ് എന്നാണ്. അതിൻ്റെ ഇനിയും ഏർണിംഗ് ഗ്രോത്തിനുള്ള ആ ഒരു മൊമെൻറ്റം ഇപ്പോഴും ഈ മിഡ് ക്യാപ്സിലുണ്ട്, അത് ചില പ്രത്യേകമായിട്ടുള്ള സെഗ്മെൻറ്റിൽ. അപ്പോൾ മിഡ് ക്യാപ്സിലും അതുപോലെ തന്നെ ലാർജ് ക്യാപ്സിലും തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്മോൾ ക്യാപ്സിൽ ശ്രദ്ധയോട് കൂടിയിട്ട് ഫെയർ വാല്യുവേഷൻസ് ഉള്ള സ്റ്റോക്സിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ബട്ട് ഒരു കോഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. എന്തായാലും നെക്സ്റ്റ് ഇയർ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം പിന്നീട് വർഷം അവസാനിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ഇയർ വിൽ സർട്ടൻലി ബി ബെറ്റർ ദാൻ ദിസ് ഇയർ 2025. കാരണം ഫണ്ടമെൻ്റൽ സപ്പോർട്ടുണ്ട്, നല്ല GDP ഗ്രോത്ത് ഉണ്ട്, ഇൻഫ്ലേഷൻ വളരെ കുറവാണ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഇന്നടക്കം. ദിസ് വിൽ ബി ദ ലാസ്റ്റ് റേറ്റ് കട്ട് ഇൻ ദിസ് റേറ്റ് കട്ടിംഗ് സൈക്കിൾ. ഇനി ഫർദർ റേറ്റ് കട്ടിനുള്ള ആവശ്യം തന്നെയില്ല.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുകയാണെങ്കിൽ കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് തിരിച്ചു വരുന്നു. വാല്യുവേഷൻസ് ഇപ്പോഴും അട്രാക്റ്റീവ് വാല്യുവേഷൻസ് അല്ല, ഫെയർ വാല്യുവേഷൻസ് ആണ് എന്നുള്ളത് മാത്രമാണ് ഒരു കൺസേൺ ആയിട്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.